നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും ഇത്രയും വിലയില്ലാതെ സംസാരിക്കുന്ന നിന്നെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലും അതിലൊരു കുഴപ്പമില്ല. നിങ്ങളൊരു സാഡിസ്റ്റാ. ജനിപ്പിച്ചവരെയും കൂടെ ജനിച്ചവരെയും കൂട്ടത്തിൽ നിൽക്കുന്നവരെയും കൊല്ലം വേണ്ടി നിൽക്കുന്ന സാഡിസ്റ്റ്. അവന്മാര് ചിലപ്പോ ഈ ഫംഗ്ഷന് വന്നിരിക്കുന്ന എന്നെ അങ്ങ് ശരിയാക്കി കളയാന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ എന്തെങ്കിലും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നീ നോക്കിക്കോ, ഈ വീടിനകത്തെ ഇന്നവരുടെ ചോര വീഴും. കൊന്നുകളയും ഞാൻ. പിന്നെ നിന്റെ തന്തയില്ലേ, ആ ശ്വാസം മുട്ടി വലിക്കുന്ന പേക്കോലം, അയാളെന്റെ നേരെ പോലും നിൽക്കില്ല. എന്റെ കാൽക്കല് വീഴ്ത്തും ഞാൻ. എന്റെ കാല് നക്കിക്ക് ഞാൻ അയാളെ കൊണ്ട്. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഇതല്ല. നേരത്തെ പറഞ്ഞ ചോര വീഴ്ത്തലില്ലേ, അത് തന്നെ ചോരയായിരിക്കും. അത് ഞാൻ ഈ വീടിനകത്ത് വീഴ്ത്തും. കേട്ടോ? എന്താടി വല്ലാത്ത രൂക്ഷതയുണ്ടല്ലോ നിന്റെ നോട്ടത്തില്. പല്ല് കടിക്കുന്നുണ്ടോ നിനക്ക്? ഈ മേക്കപ്പ് സാധനങ്ങളില് നിങ്ങൾ എന്താ ചേർത്തിരിക്കുന്നത്? ഒരു നാണം കെട്ട കാര്യം ഇവിടെ നടന്ന അതിന്റെ പുറകിൽ നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. അതേടി, ഞാൻ തന്നെ അതൊക്കെ ചെയ്യുന്നത്. ഇതെങ്ങനെ അവസാനിക്കുമെന്ന് അറിയോ നിനക്ക്? ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നീ. രണ്ടിലൊരാള് ചാവണം. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചാവില്ല. നിങ്ങളെപ്പോലെ ഒരുത്തന്റെ കൈകൊണ്ട് ഞാൻ ചാവില്ല. എന്ന് വെച്ചാ നീ എന്നെ കൊല്ലുമല്ലേ? നിങ്ങളെ കൊല്ലാൻ ഒരു അവസരം കൊടുത്താ അത് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ടെന്നറിയോ? എത്ര പേരുടെ മനസ്സാ നിങ്ങൾ തകർത്തത്. നിങ്ങൾ ഒറ്റൊരുത്തൻ ഈ കുടുംബത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കുടുംബമായിട്ട് ഇത് മാറിയണേ. നാശോ നിങ്ങള്. താഴെ ഒരു ഫംഗ്ഷൻ നടക്ക, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാം ഞാൻ പ്രതികരിച്ചേനെ. നീ എന്ത് പ്രതികരിക്കാനടി? താഴെ വന്നിരിക്കുന്ന ചാവാലിപ്പട്ടികളെ കണ്ടിട്ട് എന്നോട് കുരയ്ക്കാൻ നിൽക്കണ്ട. നിനക്ക് വേണ്ടി ആര് സംസാരിച്ചാലും അതെന്റെ അച്ഛനോ അമ്മയോ ആരാണെങ്കിലും വേണ്ടില്ല, അവരെ ഞാൻ കൈകാര്യം ചെയ്തിരിക്കും. എനിക്ക് കൈയെത്തില്ലെന്ന് കരുതരുത്. സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും ഇത്രയും വിലയില്ലാതെ സംസാരിക്കുന്ന നിന്നെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലും അതിലൊരു കുഴപ്പമില്ല. നിങ്ങളൊരു സാഡിസ്റ്റാ. ജനിപ്പിച്ചവരെയും കൂടെ ജനിച്ചവരെയും കൂട്ടത്തിൽ നിൽക്കുന്നവരെയും കൊല്ലം വേണ്ടി നിൽക്കുന്ന സാഡിസ്റ്റ്.
വിവാഹം കഴിക്കുന്ന ഭർത്താവിന്റെ കാല് തൊട്ട് വന്ദിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കണമെന്ന് പഠിച്ച പെണ്ണാ ഞാൻ. ആ എന്റെ കൈ നിങ്ങളുടെ കോളറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ നരകത്തിലേക്ക് തള്ളിയിട്ടതുകൊണ്ടാ. മറക്കണ്ട. ഞാൻ പോട്ടെ. നിന്നെ നരകത്തിലേക്ക് തള്ളിവിട്ടപ്പോ നീ എന്റെ കോളറെ പിടിച്ചു. ഞാൻ നിന്നെ സ്വർഗം കാണിക്കട്ടെ. ഇടാ, ആരും ഇതുവരെ പുറത്തോട്ട് വന്നില്ലല്ലോ. വാതിൽ മുട്ടി ചോദിച്ചാ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല. ആ, എനിക്ക് നല്ല ടെൻഷനും ഉണ്ട്. ആ തെറ്റ് എനിക്കും ഉണ്ടടാ. പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവ് വന്നാ അകത്ത് കിടക്കുന്ന അവളെയല്ലേ അത് ബാധിക്കുന്നത്. എനിക്കത് ഓർത്തിട്ട് എടാ, ഇത്തിരി നേരം കൂടെ നോക്കാം. അത് കഴിഞ്ഞാ പിന്നെ ചോദിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.